ഞാൻ എൻ്റെ തലവാചകം എന്ന് വെച്ചാൽ ഒരു CPI-കാരൻ എങ്ങനെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി, ഇതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് EMSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശർമാജി ആയിരുന്നു CPI-കാരൻ. അന്ന് CPM വന്നിട്ടില്ലല്ലോ. അതിനുശേഷം നയനാർ വന്നപ്പോഴത്തേക്ക് നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി EN മുരളീധരൻ നായരായിരുന്നു. 8 വർഷക്കാലത്തോളം പാർട്ടിക്കാരനായിരുന്നു. ഈ 4 കാര്യങ്ങളിലും പിണറായി വിജയനെ ഏകപക്ഷീയമായി രക്ഷിക്കുകയാണ് ഇയാൾ ചെയ്തത് എന്ന്. ഇന്നിപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടിയിലേറെ പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിലെ വേറെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയതാണ്, ഞാൻ അതിനകത്ത് ഒപ്പിട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ വെറും സാങ്കേതികമായി പറയാവുന്ന വാദങ്ങൾ മാത്രമാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിവ് നൽകുകയും 72ാം സാക്ഷിയാവുകയും ചെയ്ത KM എബ്രഹാം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരിക്കുന്നു എന്ന് മാത്രമല്ല, R മോഹനൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഏതാണ്ടൊരു 5 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സർക്കാർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് എത്ര മ്ലേച്ഛമായൊരവസ്ഥയാണെന്ന് സ്വയമേന നമ്മൾ ആലോചിക്കണം. ഒരു സർക്കാർ സംവിധാനവും പാർട്ടി സംവിധാനവും ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മകൾക്ക് വേണ്ടി ഈ മുട്ടയിൽ എഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബിനീഷ് കോടിയേരി എപ്പോഴും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിനീഷ് കോടിയേരി ED റിമാൻഡ് റിപ്പോർട്ടിൽ അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവൻ എന്താണ് മുഹമ്മദ് അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനുമായി 10,000 ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് ED കണ്ടുപിടിച്ചത്. 10,000 ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത് അവരുടെ അച്ഛന്മാരെ കൊണ്ടിട്ടാണ്. അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ ഒരു നയം, പിണറായി വിജയൻ വേറൊരു നയം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. പിണറായി വിജയനെതിരെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇന്നലെ നടന്നത്. ഒരു വശത്ത് ഷോൺ ജോർജ്, പിണറായി വിജയൻ്റെ സ്റ്റാഫിലുള്ള R മോഹനൻ മുൻപ് ലാവ്ലിൻ കേസ് അന്വേഷിച്ച ഒരു ആദായ നികുതി ഉദ്യോഗസ്ഥനാണ് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. മറുവശത്ത് മാത്യു കുഴൽനാടൻ കുറെ കൂടി ശക്തമായ തെളിവുകൾ നിരത്തി വീണ വിജയനല്ല യഥാർത്ഥ പ്രതി പിണറായി വിജയൻ എന്ന് കൈ ചൂണ്ടി വിളിച്ചു പറയുന്ന കാഴ്ച. ഷോൺ ജോർജിൻ്റെ ആരോപണം ഒരുപക്ഷെ അങ്ങ് ഓർക്കുന്നുണ്ടാവും. 3 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന് അങ്ങ് വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിരുന്നു, ലാവ്ലിൻ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരിക്കുന്നു. അത് പക്ഷേ അങ്ങയുടെ ഈ വാക്കുകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നില്ല. മാധ്യമങ്ങൾ ഇതൊന്നല്ല, പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കഥകളുടെ കൂമ്പാരമുണ്ട്. കമല ഇൻ്റർനാഷണൽ തുടങ്ങി ലാവ്ലിനൂടെ വളർന്ന് പിണറായിയിലുള്ള വീട് ഒരു കൊട്ടാരമാക്കി ചിത്രീകരിച്ച കഥകൾ തുടങ്ങി പിണറായി വിജയൻ എന്നും വിസ്തരിക്കുന്ന ബിൽഡപ്പ് ചെയ്യുന്ന ഒരു തിയറിയുണ്ട്. പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന കെട്ടുകഥകളുടെ ഒരു കാഴ്ചകൾ. അക്കൂട്ടത്തിൽ ഇതെല്ലാം അസ്തമിച്ചു പോകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഇത്തരം സംഭവങ്ങൾ തെളിഞ്ഞു വരുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ഇന്നലെ വീണ വിജയനിലേക്കായിരുന്നു ചർച്ചകൾ അത്രയും കൊണ്ടുപോയത്. ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്ന് പിണറായി വിജയനിൽ എത്തി നിൽക്കുന്നു. യഥാർത്ഥ പ്രതി മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ പിണറായി വിജയൻ തന്നെയാണോ ഈ മാസപ്പടി കേസിൽ? സോമന, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് സോമൻ എന്നെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് അക്കാര്യത്തിൽ വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട്. അത് R മോഹനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ അത് വിശദമായി ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വീണ വിജയൻ്റെ വിഷയത്തിൽ തന്നെ ഒരു വർഷത്തിന് മുമ്പ് എന്തുകൊണ്ട് ഇവർക്കെതിരെ ED അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം 1.5 വർഷം മുമ്പ് മറ്റോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് പിന്നീട് വന്നു, അതെങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളത് കണ്ടു. ഈ R മോഹനിലേക്ക് നമുക്കൊന്ന് വരണം. അത് വളരെ പ്രധാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. R മോഹനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 3 വർഷം മുമ്പ് ചെയ്തതിനെക്കുറിച്ചിട്ട് സ്വയം പറഞ്ഞു. ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഷോൺ ജോർജ് ഇപ്പോൾ വന്ന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിട്ടിരുന്ന സമയത്ത് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ ആളിനെ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു രേഖ കാണിച്ചത് ഞാൻ കണ്ടു. എന്നാൽ അതിന് മറുപടിയുമായി R മോഹനൻ വന്നിട്ടുണ്ട്. വിശദമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. താനിതിലൊന്നും ഭാഗവാക്കായിട്ടുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം അത് തന്നെ ഒന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോമന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യ വർഷം ഓർക്കുന്നില്ല, ക്രൈമിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമൻ TP നന്ദകുമാർ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ഒരു പരാതി കൊടുത്തു.
ആ പരാതിയിൽ ഈ ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ടെക്നിക്കാലിയ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട്. അത് ഇയാളുടെ പിണറായി വിജയൻ്റെ ബിനാമിയാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ വീടുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ ചെലവഴിച്ച പണം, ഈ 4 കാര്യങ്ങൾ സംബന്ധിച്ച് CDBT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിന് നന്ദകുമാർ ഒരു പരാതി കൊടുത്തു. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കപ്പെട്ടു. ആ അഫിഡവിറ്റ് സമർപ്പിച്ചത് ഇൻകം ടാക്സിലെ അന്ന് ഉന്നത ഉദ്യോഗസ്ഥനും ഇൻവെസ്റ്റിഗേഷനിൽ ജോലി ചെയ്യുന്ന ആളുമായിട്ടുള്ള ഈ ആർ മോഹനായിരുന്നു. അദ്ദേഹം സവിസ്തരം ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് 4 അടിസ്ഥാനരഹിതമാണ് എന്ന് ആണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. പക്ഷേ ഈ അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്ന 4 കാര്യങ്ങളിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അന്ന് കാര്യകാരണ സഹിതം ആ രേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഞാനന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ വീഡിയോയുടെ തലവാചകം തന്നെ എന്തായിരുന്നു അറിയോ സുമന? ഞാൻ ഇന്ന് ആ വീഡിയോ എടുത്ത് നോക്കി. ഞാൻ എൻ്റെ തലവാചകം എന്ന് വെച്ചാൽ ഒരു CPI-കാരൻ എങ്ങനെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് EMSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശർമാജി ആയിരുന്നു CPI-കാരൻ. അന്ന് CPM വന്നിട്ടില്ലല്ലോ. അതിനുശേഷം നയനാർ വന്നപ്പോഴത്തേക്ക് നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി EN മുരളീധരൻ നായരായിരുന്നു. 8 വർഷക്കാലത്തോളം പാർട്ടിക്കാരനായിരുന്നു. പിണറായി വിജയൻ്റെയും ആദ്യ പ്രൈവറ്റ് സെക്രട്ടറി ജയരാജനായിരുന്നു. എന്നാൽ MV ജയരാജൻ പോയ സമയത്ത് ഇയാൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എങ്ങനെ വന്നു? ഒരു CPI-കാരനായിരുന്നു ആർ മോഹനൻ. ഇതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. അപ്പം ആ രേഖ നമ്മൾ വിശദമായി പരിശോധിച്ചാൽ, ആ രേഖ ഇന്നും എവിടെയെങ്കിലും എൻ്റെ വീട്ടിൽ ഏതെങ്കിലും മൂലയ്ക്ക് കിടപ്പുണ്ടാവും പൊടി പിടിച്ച്. അത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ 4 കാര്യങ്ങളിലും പിണറായി വിജയനെ ഏകപക്ഷീയമായി രക്ഷിക്കുകയാണ് ഇയാൾ ചെയ്തത് എന്ന്. ഇന്നിപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടിയിലേറെ പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിലെ വേറെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയതാണ്, ഞാൻ അതിനകത്ത് ഒപ്പിട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ വെറും സാങ്കേതികമായി പറയാവുന്ന വാദങ്ങൾ മാത്രമാണ്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് പിണറായി എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ 2019 ചേർന്നത്. അതെ, VRS എടുത്തു. അതിനുശേഷം ഞാൻ ചേർന്നു. 3 വർഷം അതെ വിട്ടുനിന്നു, ചേർന്നു. കഴിഞ്ഞ 19 ഞാൻ ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും തുടരുന്നു. ഞാൻ 10 പൈസ ശമ്പളം മേടിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇയാളുടെ വാദങ്ങൾ. എൻ്റെ പ്രധാനപ്പെട്ട ആർ മോഹനോടുള്ളൊരു ചോദ്യം, മിസ്റ്റർ ആർ മോഹനൻ, എന്തിനാണ് പിണറായി വിജയൻ നിങ്ങളെ ഇത്ര ഉന്നതമായ ഒരു തസ്തികയിൽ അവിടെ ജോലിക്കെടുത്തത് എന്നുള്ളതാണ്. വലിയ ജീവിത മൂല്യങ്ങൾ ഉള്ള ആൾ. അതെ 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 അത് ജീവിത മൂല്യം ഉള്ള ആളായതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ രക്ഷപ്പെടുത്തിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഇയാളൊരു സാമ്പത്തിക വിദഗ്ധനാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശാസ്ത്രത്തിൽ കഴിവ് തെളിയിച്ച ഒട്ടേറെ ആളുകളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നീട് പ്ലാനിംഗ് ബോർഡ് മെമ്പറുമായ CDS-ൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ KN ഹരിലാൽ, നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ജ്യേഷ്ഠൻ, നല്ല 1ാം ക്ലാസ്സായിട്ടുള്ള 1ാം നമ്പർ ധനകാര്യശാസ്ത്രത്തിൽ നല്ല വിവരമുള്ള, ഞാനൊക്കെ CDC പഠിക്കുമ്പോഴത്തേക്കും നിർദ്ദേശങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് KN ഹരിലാലിൻ്റെ അടുത്തുനിന്നായിരുന്നു. ആ KN ഹരിലാലായിരുന്നു VS അച്യുതാനന്ദൻ 2001-2006 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്കും അതായത് ഇക്കണോമിക്സ് സംബന്ധിച്ച് എല്ലാ അഭിപ്രായങ്ങളും ഞാൻ ഹരിലാലിൻ്റെ അടുത്തുള്ളൂ. ഹരിലാലുണ്ടായിരുന്നു. അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നതമായിട്ടുള്ള പദവിയിലുള്ള എത്രയോ പേർ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അവരെ ഒന്നും വെക്കാതെ ഈ ആർ മോഹനെ കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട, അത് നിയമഭാഷയിൽ പറഞ്ഞാൽ ക്വിഡ് പ്രോ ക്വോ ആണ്. അങ്ങോട്ട് ചെയ്തു കൊടുത്ത സഹായത്തിന് ഇങ്ങോട്ട് ചെയ്ത സഹായം. ഈ അങ്ങോട്ട് ചെയ്ത സഹായത്തിന് ഇങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ. ലാവ്ലിൻ കേസിൽ 2017 ഓഗസ്റ്റ് 23 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു, സിംഗിൾ ബെഞ്ച് വിധി. ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിൻ്റെ പേര് P. ഉബൈദ് എന്നായിരുന്നു. ആ ഉബൈദ് ഇപ്പോൾ ആരാണെന്ന് അറിയാമോ? റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചുമതലയുള്ള ജഡ്ജാണ്. അപ്പോൾ ഇത് ചെയ്തത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഉദാഹരണത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും എത്ര സോപ്പിട്ട് കുളിച്ചാലും എത്ര രാവിലെ മുതൽ വൈകിട്ട് വരെ കുളിച്ചാലും ആർ മോഹനനെ അവിടെ വെച്ചത് സംബന്ധിച്ചിട്ടുള്ള ഒരു കറുത്ത പാട് പിണറായി വിജയൻ്റെ ദേഹത്ത് നിന്ന് ഒരു കാരണവശാലും മാറില്ല. ഇത് ഇൻകം ടാക്സിലെ അന്വേഷണത്തിന് വന്നപ്പോൾ ഈ ആർ മോഹൻ്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണത്തിൽ പിണറായി വിജയനെ വെളുപ്പിച്ചെടുത്തു എന്നുള്ളത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്.
ആ വരുമാനത്തിൽ ഇന്ത്യയിൽ അയാളുള്ളപ്പോഴത്തേക്ക് അയാളുണ്ടാക്കിയ വരുമാനത്തെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് അയാളുണ്ടാക്കിയ വരുമാനം അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അന്വേഷിച്ചിട്ടില്ല. പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് കമല എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനാണ് അത്തരമൊരു സ്ഥാപനമില്ല എന്ന് പലരും പറഞ്ഞു, പാർട്ടി നേതാക്കളും പറഞ്ഞു. അല്ല ഞാൻ സോയ്മൻ എൻ്റെ ചോദ്യം, പാർട്ടി നേതാക്കൾക്ക് പിന്നെ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് വേണ്ടി പോലും. പക്ഷേ അത് സംബന്ധിച്ച് ഒരുവിധ തെളിവുകളും പിന്നീട് പുറത്തു വന്നു. ഞാൻ അതിലേക്കാണ് വരുന്നത്. എൻ്റെ ചോദ്യം, ഇപ്പം പിണറായി വിജയനെ ന്യായീകരിച്ചിരുന്ന പാർട്ടി പിണറായി വിജയൻ്റെ മകളെ ന്യായീകരിക്കുന്നു. ഇനി മകളുടെ മകനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് പിണറായി വിജയൻ്റെ പാർട്ടി പോകും. അതുകൊണ്ട് പാർട്ടി നേതാക്കന്മാർ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇൻകം ടാക്സിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഇയാൾ ഇരിക്കുമ്പോൾ ഇയാളുടെ മുമ്പിലൊരു പരാതി വരികയാണ്. എന്താണ് പരാതി? പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ കമല എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞൊരു പരാതി വരികയാണ്. ആ പരാതി സംബന്ധിച്ച് ഞങ്ങൾ അവിടുത്തെ അതോറിറ്റികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നവർ പറഞ്ഞു. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ പറഞ്ഞ് അവരോട് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു, ഇല്ല എന്നെഴുതി വെക്കലാണോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ജോലി? അവിടെ സിംഗപ്പൂരിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായി അതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അന്വേഷണം നടത്തിയിട്ടില്ല. കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ അത് കെട്ടിടം പുതുക്കിപ്പണിയുകയാണ് ചെയ്തത്. ഇതിനാണോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല, ആ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഫൈൻഡിങ്സ് ആണ് സോയ്മോനെ. പാർട്ടിയുടെ ഫൈൻഡിങ്സ് എഴുതി വെക്കാനല്ലല്ലോ ഇൻകം ടാക്സിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇയാൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇപ്പോൾ ടെക്നിക്കാലി എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം എഴുതിയത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ. ഇത് തമ്മിലുള്ള ഒരു സാമ്യവും ചേർച്ചയും പിന്നീടുള്ള അങ്ങ് പറഞ്ഞ കൊടുക്കൽ വാങ്ങലുകൾ, അത് മാത്രം. സോയ്മോനെ, ഞാൻ പറയുന്ന ചോദ്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സോയ്മോൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുതരാം. ഇയാളുടെ കയ്യിലൊരു അന്വേഷണം വന്നു. അതെ, ഈ അന്വേഷണത്തിൽ 4 കാര്യങ്ങളുണ്ടായിരുന്നു. ആ 4 കാര്യങ്ങളിലും അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ കുറ്റക്കാരനല്ല എന്ന് ഇയാൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥൻ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നു. അല്ല, ആ ഒരു കോയിൻസിഡൻസ്, അതാണ് കോയിൻസിഡൻസ്. അതാണ് ക്വിഡ് പ്രോ കോ എന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അയാൾ വന്നു, എന്തുകൊണ്ട് ഞാൻ വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സോയ്മ വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരാൾ വന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതൊരു CPM കാരൻ വന്നില്ല? പിന്നെ ഒരു CPM മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എങ്ങനെയാണ് CPIയിൽ അനുഭാവിയായിരുന്ന ഒരാൾ വരുന്നത്? അപ്പോൾ ഔട്ട് ഓഫ് ഓൾ പീപ്പിൾ പിണറായി വിജയനെ രക്ഷപ്പെടുത്തി എന്ന് നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന ആൾ തന്നെ ആ സ്ഥാനത്ത് വരുന്നു. ഇനി അയാളുടെ വാദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഞങ്ങൾ അവിടെ ചോദിച്ചു, അവരില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ്റെ വീട് സംബന്ധിച്ച് പിണറായി വിജയൻ്റെ വാദമാണ് അത് പുതുക്കിപ്പണതാണെന്ന്. അത് അദ്ദേഹം അംഗീകരിച്ചു. ടെക്നിക്കാലിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ലാവ്ലിൻ അഴിമതി ഇടപാടിൽ ദുരൂഹമായിട്ട് വന്നിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. കാരണം എന്താ? ആ ലാവ്ലിൻ കേസിനെ കുറിച്ചിട്ട് വേറെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന്. അപ്പം ഫലത്തിൽ ഈ 4 വിഷയങ്ങളിലും പിണറായി വിജയനെ വെള്ളപൂശിയ അതേ ഉദ്യോഗസ്ഥൻ ഇത്ര ഉന്നതമായൊരു സ്ഥാനത്ത് വരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴും അയാൾ അവിടെ ഇരിക്കുന്നു. ഏത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ല. അപ്പം നന്ദിയില്ലെങ്കിൽ എന്തിനാണ് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇയാൾ അവിടെ ഇരുത്തിയത് എന്നുള്ള ചോദ്യമാണ്. അല്ല, അദ്ദേഹത്തിനുള്ള കഴിവ് തന്നെയാവും. അതെ, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ CPMൽ ഇല്ല എന്നാണോ CPM പറയുന്നത്? അതോ പിണറായി വിജയൻ പറയുന്നത്? ഒരിക്കലുമല്ല. എന്ന് മാത്രമല്ല, അയാൾ സാമ്പത്തിക വിദഗ്ധനാണെന്നുള്ളത് വളരെ അടുത്ത മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയത്തുള്ളൂ. അയാൾ സാമ്പത്തിക വിദഗ്ധനാണെന്ന് പുറത്തുള്ള ആർക്കും അറിയില്ല. ഇപ്പോൾ കെ എൻ ഹരിലാൽ സാമ്പത്തിക വിദഗ്ധനാണെന്നുള്ള കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അതുപോലെ ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർ അവർക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെയാണ് സാധാരണ പാർട്ടി അങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇയാളെ ഡെപ്യൂട്ട് ചെയ്തു. ഇയാൾ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ ഒരു റിപ്പോർട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, അതിനയാൾ പറയുന്ന വാദഗതികളെല്ലാം പരമദുർബലവുമാണ്. ഇപ്പോൾ ശമ്പളം മേടിച്ചിട്ടില്ല, പക്ഷേ TNDA ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ മേടിക്കാം. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ IS ഗുലാത്തിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. IS ഗുലാത്തിയും ഈ പറഞ്ഞ പോലെ ശമ്പളം മേടിച്ചിട്ടില്ല, പക്ഷേ ശമ്പളം ഇല്ലാതെ തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങനെ ഇരുത്തിയെങ്കിൽ തന്നെ എന്തിനാണ് ഇപ്പോഴും ഇരുത്തിയിരിക്കുന്നത്? എന്തിനാണ് 2ാം പിണറായി സർക്കാർ വന്നപ്പോഴും അയാൾ തുടരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി എനിക്കൊരു പുതിയ കാര്യം കൂടി പറയാനുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസിലെ ഏറ്റവും ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ശിവശങ്കരൻ ഉണ്ടായിരുന്ന കാലത്ത് പോലും ശിവശങ്കരൻ ആയിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ശിവശങ്കരൻ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ KM എബ്രഹാമിനെ കണ്ടിട്ടേ ശിവശങ്കരൻ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം ആരംഭിക്കുള്ളായിരുന്നു എന്നാണ് വളരെ ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രത്തിൽ എനിക്ക് മനസ്സിലായി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു IAS ഓഫീസർ എന്നാണ്. അതെ, അത് സംശയമൊന്നുമില്ല. അയാൾ ഏറ്റവും വലിയ കഴിവുള്ള ആളാണ്. അയാൾ നേരത്തെ അഴിമതിക്കെതിരെ പോരാടിയിരുന്ന ആളുമാണ്.
ആ അഴിമതിക്കെതിരെ പോരാടിയിരുന്ന ആളായതുകൊണ്ടാണ് ലാവ്ലിൻ കേസിലുള്ള അന്വേഷണം നടക്കുമ്പോൾ CBIയുടെ മുന്നിൽ പോയി പിണറായി വിജയനെതിരെ മൊഴി കൊടുത്തത്. ആര്? ഡോക്ടർ KM എബ്രഹാം. അപ്പം അതിനെ തുടർന്നിട്ടാണ് പിന്നെ CBI പിന്നെ ഒട്ടനവധി പിന്നെ സാക്ഷികളുള്ളതിൽ 72ാം സാക്ഷിയായിട്ട് KM എബ്രഹാമിനെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് ഞാൻ ആ CBIയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുമായിരുന്നു. അതിനകത്ത് 51ാമത്തെ പേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പാരഗ്രാഫ് 10(2)(104) അതിൽ പറയുന്നത് KM എബ്രഹാം, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ, ഹു ഹാഡ് സർവ്ഡ് ആസ് സെക്രട്ടറി ഫിനാൻസ് ഫ്രം September 1996 to September 2002, gave evidence to the effect that Wide GO 2098 government indirectly guarantees the loan amount for Export Development Corporation availed by KCB, Export Development Corporation Canada. ആ പാരഗ്രാഫിനകത്ത് പറയുന്നത് ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ദ സെയിം എഫക്ട് ഓഫ് സ്റ്റാൻഡിങ് ആസ് ഗ്യാരണ്ടർ ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ടു EDC കാനഡ. അതായത് EDC കാനഡയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിന് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്നതാണ് ഇയാൾ പറയുന്നത്. ബൈ ദിസ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി 27/4/1998 ഓർഡർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെർ ബൈപാസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള. എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവിലൂടെ 998 കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവിനെ മറികടക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത് എന്ന് ഇയാൾ പറയുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അതാണ് അതിനേക്കാൾ പ്രധാനം. ഡോക്ടർ എബ്രഹാം ഓൾസോ ഗേവ് എവിഡൻസ് ടു ദ എഫക്ട് ദാറ്റ് ബിഫോർ ഫൈനലൈസിംഗ് എനി ലോൺ എഗ്രിമെൻറ്റ് ബൈ ദ KCB വിത്ത് എനി ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കാനഡ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ട് ടു ഹാവ് ബീൻ കൺസൾട്ടഡ്. അതായത് KCB ഏത് വിദേശ ഏജൻസിയായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോഴും ധനകാര്യ വകുപ്പിനെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. Also, before finalizing the terms of the loan by KCB, approval of the government has to be obtained. അപ്പം ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിവ് നൽകുകയും 72ാം സാക്ഷിയാവുകയും ചെയ്ത KM എബ്രഹാം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരിക്കുന്നു എന്ന് മാത്രമല്ല, ആർ മോഹനൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഏതാണ്ടൊരു 5 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തുള്ള പ്രശ്നം എന്താ സോമനെ? ഇപ്പോൾ സാങ്കേതികമായി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ സാങ്കേതികമായി പിണറായി വിജയൻ ഇപ്പോൾ പ്രതിയല്ല. കാരണം പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നിൽക്കുകയാണ്. പക്ഷേ നാളെ പിണറായി വിജയൻ വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് സുപ്രീം കോടതി വന്ന് എങ്ങനെ ഇരിക്കും? മാറിയെന്നാൽ മതി. പക്ഷേ അന്നേരം KM എബ്രഹാമിനെതിരെ നടപടി വരും. കാരണം എന്താണ്? KM എബ്രഹാം ഇതിനകത്ത് വിറ്റ്നസ്സാണ്. പിണറായിക്കെതിരായിട്ടാണ് തെളിവ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മാസവും 5 ലക്ഷം രൂപ വീതം പിണറായിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അല്ല, അത് നമ്മുടെ ഖജനാവിൽ നിന്നാണ്. അതെ. അത് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിന് വേണ്ടി അഹോരാത്രം പണിതുകൊണ്ടിരിക്കുന്ന ആൾ പിണറായി വിജയനാണ്. മനസ്സിലായി? ശുദ്ധമായ കൈ, എത്രയും നല്ലൊരു മനുഷ്യൻ. മകൾക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ പെൻഷൻ കൊടുത്തു. ഇത്രയും സാത്വികനായൊരു മനുഷ്യൻ, പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും KM എബ്രഹാം മനസാക്ഷിയോട് ചോദിക്കണം, KM എബ്രഹാം ഈ ചെയ്യുന്ന പണി ശരിയാണോ? കാരണം ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. നാളെ പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടും എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചാൽ, എങ്ങനെ വേണമെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ KM എബ്രഹാമിൻ്റെ അവസ്ഥ എന്താവും? KM എബ്രഹാം പ്രതിയാണ്. KM എബ്രഹാം പിണറായി വിജയനെതിരായിട്ടാണ് തെളിവ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ KM എബ്രഹാം ചെയ്യുന്ന ഇരട്ടത്താപ്പ് എന്താണെന്നറിയോ? പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ നിർണായകമായ മൊഴി കൊടുത്തിട്ട് താൻ ആർക്കെതിരായിട്ടാണോ മൊഴി കൊടുത്തത് അയാളുടെ ശമ്പളം മേടിച്ചുകൊണ്ട് അയാളുടെ പിട്ടം താങ്ങിയായി നടക്കുകയാണ് KM എബ്രഹാം. ഇത് ധാർമ്മികമാണോ എന്ന് KM എബ്രഹാം ആലോചിക്കണ്ടേ? അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കേരളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദീർഘകാലം IAS കേഡറിൽ വർക്ക് ചെയ്തു. അതെ, അതിലൊന്നും തർക്കമില്ല, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിയമപരമായും ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണ്? താനത് മേടിക്കുന്നു എന്ന് പറയുമ്പോഴും താൻ ആരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്? പിണറായി വിജയൻ്റെ കൂടെയാണ്. പിണറായി വിജയനെ നാളെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പം പിണറായി വിജയനെ വിചാരണ ചെയ്തില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ CBI അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ ആളാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സോയ്മോൻ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ഒരാളാണ് ഒരു അഴിമതി കേസിൽ. സോയ്മോൻ എൻ്റെ കീഴിൽ ജോലി ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇയാളുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇയാൾ വലിയ രൂപ ശമ്പളം മേടിക്കാൻ വേണ്ടി താൻ ആർക്കെതിരായിട്ടാണോ മൊഴി കൊടുത്തത് ആ ആളുടെ കീഴിൽ ജോലി ചെയ്യുകയാണ്. ഇത് പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടുന്നുള്ള സ്ഥിതി ഞാൻ ചോദിക്കുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി തീരുമാനിച്ചാൽ
ഞാൻ പറയുന്നു പിന്നെ കെ എം എബ്രഹാം മൊഴി മാറ്റി പറയേണ്ടി വരുമെന്ന്. മൊഴി മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിണറായി വിജയനിൽ നിന്ന് മേടിച്ച കാശിന് അപ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ അയാളെ ഈ സ്ഥാനത്തിരുത്തി ഇത്രയും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അയാളെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ ആരോപണം. കാരണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതൊന്നും മൊഴി കൊടുത്തത് ഞാൻ ഇപ്പോൾ വായിച്ചു. ആ മൊഴി കൊടുത്ത ആൾക്ക് ഓരോ മാസവും 5 ലക്ഷം രൂപ, എത്രയോ സ്ഥാനം, കെ ഡിസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ സ്ഥാനം, നോളജ് കൗൺസിൽ, എല്ലാം അയാളാണ്. കിഫ്ബി എന്നുവെച്ചാൽ മൊത്തം ശരിക്കും ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല, യഥാർത്ഥത്തിൽ ഇയാളാണ്. ഇയാൾക്കൊരു വർഷം ഏതാണ്ട് ഒരു 60 ലക്ഷം രൂപ കിട്ടുകയാണ് സോയ്മോനെ. പെൻഷൻ ഇതിന് പുറത്താണ് സോയ്മോനെ. ശിവശങ്കർ കൂടി പുറത്ത് പോയില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒരു കാര്യക്ഷമമായ ഭരണം നടന്നത്. ആ ഒരു സംശയമില്ലല്ലോ, കാരണം നമ്മളത് കണ്ടതാണല്ലോ. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് എന്താ പറയുക, ശിവശങ്കറിൻ്റെ പോലും ഒരു ബ്രെയിൻ ഈ കെ എം എബ്രഹാം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നല്ല കഴിവുള്ള മനുഷ്യനാണ് ഇയാൾക്ക്. എന്തിനാണ് ഇയാൾ? ശിവശങ്കറിന് നല്ല കഴിവുണ്ട് ആണല്ലോ. ഞാൻ പറഞ്ഞത് ശിവശങ്കരനെ ഉപദേശിച്ചിരുന്ന ഇയാളുടെ കഴിവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. പക്ഷേ ശിവശങ്കർ മരപ്പൊട്ടനായിപ്പോൾ എവിടെയാണ്? ശിവശങ്കരൻ ചെയ്തതിൽ ശിവശങ്കരൻ ജയിലിൽ പോയി. അല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിധേയത്വം ഉണ്ടല്ലോ, അത് സമ്മതിക്കണം. ആരുടെ? ഈ ശിവശങ്കരൻ. അതെ, ആ വിധേയത്വം കൊണ്ട് ശിവശങ്കരൻ ജയിലിൽ പോയി. പക്ഷേ ശിവശങ്കരനെ ഉപദേശിച്ച കെ എം എബ്രഹാം ഇപ്പോഴും രാജാവായിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ്. കെ എം എബ്രഹാം സ്വർണം കടത്താൻ പോയില്ല. അതെ, എയർപോർട്ടിലേക്ക്. അതുകൊണ്ടാണ് കെ എം എബ്രഹാം ബുദ്ധിമാനാണെന്നും ശിവശങ്കരൻ മരപ്പൊട്ടനാണെന്നും ഞാൻ പറഞ്ഞത്. പക്ഷേ കെ എം എബ്രഹാമിന് വേറൊരു അപകടം കൂടെ പതിയിരിപ്പുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇയാൾ വരുമാനത്തെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞൊരു കേസ് ജോമോൻ പുത്തമ്പരിക്കൽ ഇയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അതിലും വിധി പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഹൈക്കോടതി. അത് 2 IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ കൂടെ ഭാഗമായി. അതെ, ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കേസും വിധി പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞത്, ഇയാളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുന്ന ഈ പരിപാടി ആർ മോഹനിൽ അവസാനിക്കുന്നില്ല, അത് കെ എം എബ്രഹാമിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പൊതുമണ്ഡലത്തെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അഭിമുഖത്തിൽ കൂടി ചെയ്യാൻ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു തലമുണ്ട്. ഇപ്പോൾ വീണ വിജയന് വേണ്ടി നിലകൊള്ളുന്നത് ഒരു ഭരണ സംവിധാനം മൊത്തത്തിലാണ്, ഒരു പാർട്ടി സംവിധാനം മുഴുവനാണ്. ഇപ്പോൾ ബാംഗ്ലൂർ കർണാടക കോടതിയിലാണ് കേസ് നടക്കുന്നതെങ്കിലും അതിന് പിന്നിൽ എല്ലാ ശക്തികളും ഉണ്ട്. കേരളത്തിൽ KSIDC കൊടുത്തിരിക്കുന്ന കേസ് KSIDC സോമനസാല കൊടുത്തതല്ലല്ലോ, അതും ഭരണത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് KSIDC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ ഭരണയന്ത്രങ്ങളും ഒക്കെ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണോ? സ്വയംനെ അവസാനം സ്വയം പറഞ്ഞ ആ വാചകം മാത്രം മാറ്റിവെച്ചാൽ കേരളത്തിലെ ഭരണ സംവിധാനവും കേരളത്തിലെ പാർട്ടി സംവിധാനവും, പാർട്ടിയിലും ഗവൺമെൻറ്റിലും ഒരു സ്വാധീനവുമില്ലാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി തൊഴുകയോടെ മൂക്ക് മുട്ടിച്ച് നിൽക്കുന്നൊരു കാഴ്ച ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും വരേണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതിൽ MV ഗോവിന്ദൻ ഇന്നലെയും മാധ്യമങ്ങളോട് പറഞ്ഞു, BJP ഒഴുക്കിയ കെണി, ആ കെണിയിൽ നിന്ന് CPM പാർട്ടിയെ രക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കും. വീണ വിജയന് സംരക്ഷണ കവചം തീർക്കും. ഞങ്ങൾ ഏത് വിധേനയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആരാ? പിണറായി അല്ല, പിണറായി വിജയൻ്റെ മകളാണ് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി. പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി കേരളത്തിൻ്റെ സംവിധാനം എന്നുവെച്ചാൽ ഭരണ സംവിധാനം മുഴുവൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ KSIDC കൊടുത്തതിനെക്കുറിച്ച് സ്വയം പറഞ്ഞു. KSIDCക്ക് അടുത്ത സിറ്റിക്ക് കൂടെ കഴിയുമ്പോൾ CS വൈദ്യനാഥന് 1 കോടി രൂപയാണ് ഈ കേസിൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത്. പരക്കം പായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം കർണാടകത്തിൽ കേസ് വന്നു. കർണാടകത്തിലെ കേസ് വന്നപ്പോൾ ഏതൊരു കുൽക്കർണിയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു കുൽക്കർണി ആയിരിക്കില്ല, ഞാൻ വൈദ്യുതാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഞാനൊക്കെ വലിയ തോതിൽ ബഹുമാനിക്കുന്ന ഒരു അഭിഭാഷകനെ അവിടെ ഇറങ്ങി. അയാൾക്കും 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ ഓൺലൈനിൽ കൂടായിരുന്നു. അപ്പം സർക്കാർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് എത്ര മ്ലേച്ഛമായൊരവസ്ഥയാണെന്ന് സ്വയമനെ നമ്മൾ ആലോചിക്കണം. ഒരു സർക്കാർ സംവിധാനവും പാർട്ടി സംവിധാനവും ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മകൾക്ക് വേണ്ടി ഈ മുട്ടയിലെഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൊട്ടപ്പുറത്ത് പ്രതിയോഗികൾ നിസ്സാരമല്ല. കേന്ദ്ര സർക്കാർ ഏജൻസികൾ, BJPയുടെ രാഷ്ട്രീയ നേതൃത്വം. അല്ല സുമൻ, അതൊക്കെ ശരിയാണ് സുമനെ. ഞാൻ ചോദിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി ഇത്രയും മുട്ടിലിഴയുന്നതിൽ ഈ MV ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു ഉളുപ്പില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ ചോദിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനോടൊക്കെ നിങ്ങൾ ചെയ്തൊരു ചില ഈ പാർട്ടിക്കാരൻ ചെയ്ത ഒരു ചതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
പക്ഷെ അങ്ങ് ആ കാലഘട്ടത്തിൽ ബിനീഷ് കൊടിയേരി നിശ്ചിതമായി തള്ളി പറഞ്ഞിരുന്നു. അല്ല, ബിനീഷ് കൊടിയേരിയെ അതിനുശേഷവും തള്ളി പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് കൊടിയേരി ഇപ്പോഴും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിനീഷ് കൊടിയേരി ED റിമാൻഡ് റിപ്പോർട്ടിൽ അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവൻ എന്താണ് മുഹമ്മദ് അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനുമായി 10,000 ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് ED കണ്ടുപിടിച്ചത്. 10,000 ട്രാൻസാക്ഷൻസ്. ഏതാണ്ടൊരു 2015 മുതൽ 2020 വരെ ഇൻകം ടാക്സ് കൊടുത്ത് ഡെപ്പോസിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് 5 കോടി ഉള്ളപ്പോഴത്തേക്ക് 2 കോടി ചില്ലുവാരത്തിൻ്റെ മാത്രമേ ഇൻകം ടാക്സ് ഇത് കാണിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, അയാൾ കൊക്കൈൻ അടിക്കുന്നുണ്ടെന്നുള്ളതിനുള്ള തെളിവ് കിട്ടി. അല്ലല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നത് മുഴുവൻ സോയിമോനെ, ഈ പറയുന്നത് മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അയാൾ ഇപ്പോഴും ജാമ്യത്തിലാണ്. അതുകൊണ്ട് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് 100% കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളും അയാൾ കുറ്റം ചെയ്തെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആളുമാണ് ഞാൻ. എൻ്റെ ചോദ്യം, അയാൾക്കെതിരെ ഒരു ആരോപണം വന്നു, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും ഒരു ആരോപണം വരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും സ്വമേധയാ അവർ ചെയ്തിട്ടുള്ള സ്വകാര്യ ഇടപാടുകളാണ്. അല്ല, ബിനീഷ് കൊടിയേരി സ്വമേധയാ ചെയ്തതാവാം. വീണ വിജയൻ ഈ ഇത്തരമൊരു എക്സാലോജിക് തുടങ്ങുന്നത് പിണറായി വിജയൻ്റെയും അമ്മയുടെയും ഒക്കെ അനുവാദത്തോടുകൂടി, അവരുടെ സഹായത്തോടുകൂടി ബംഗളൂരുവിൽ തുടങ്ങുന്നു. ഒരുപക്ഷെ കരിമണൽ കർത്ത പടം അയച്ചതും ഇവരുടെയൊക്കെ അനുവാദത്തോടും സമ്മതത്തോടു കൂടിയാവാം. അപ്പോൾ ഇതൊരു പരസ്പര പൂരകങ്ങളാണ്. പക്ഷെ ബിനീഷ് കൊടിയേരിയുടെ കാര്യം വ്യത്യസ്തമാണ്. സോമനെ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ സോമനോട് എല്ലാ ബഹുമാനം വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞെന്താ, എൻ്റെ ഭാര്യയുടെ പെൻഷൻ തുകയായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് അവരെ വിട്ടു. ഇതാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അവരുണ്ടാക്കിയ ഓരോ നേട്ടത്തിൻ്റെയും കാരണക്കാരൻ അവരുടെ അച്ഛനായിട്ടുള്ള പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം പിണറായി വിജയൻ്റെ മകളല്ലെങ്കിൽ കരിമണ കർത്താവ് എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? ഊരാളുകൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? സാന്റാമോണിക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? കരിമണ കർത്താവിൻ്റെ ഭാര്യ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? എല്ലാം പിണറായി വിജയനെ കൊണ്ടിട്ടാണ്. അതിപ്പോൾ പിണറായി വിജയൻ്റെ അതിനകത്തുള്ള റോള് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരാം, അല്ലെങ്കിൽ കുറച്ചേ പോരാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും ഈ കണ്ണി കണ്ട സ്വത്ത് മുഴുവൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. അതിനെന്താണ് തർക്കം സോയിമോനെ? കാരണം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾ 3-ാം ക്ലാസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ പിണറായി വിജയൻ്റെ മകൾ 3-ാം ക്ലാസ് ആണെങ്കിൽ ഒരു 10-ാം ക്ലാസ് ആണ് എൻ്റെ ബിനീഷ് കൊടിയേരി. എൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ സോയിമൻ ഇതായതുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത് അവരുടെ അച്ഛന്മാരെ കൊണ്ടിട്ടാണ്. അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ ഒരു നയം, പിണറായി വിജയൻ വേറൊരു നയം. കോടിയേരി ബാലകൃഷ്ണൻ ഒരു നയം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ ഇറക്കി വിട്ടുകളഞ്ഞ സോമനെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ നയപരമായി ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയൊക്കെ ഉൾപ്പെടെ ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും അയാളൊരു സാത്വികനായൊരു മനുഷ്യനായിരുന്നു. അല്ല, കോടിയേരി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒട്ടും കേട്ടിട്ടില്ല, ഒന്നുപോലും കേട്ടിട്ടില്ലല്ലോ. എത്രയോ സ്ഥാനങ്ങളിലിരുന്നു അല്ലേ? ഇപ്പൊ ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നു അല്ലേ? പാർട്ടി സെക്രട്ടറി. ഒരു ആരോപണം അയാൾ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, അയാളൊരു സാത്വികനായിരുന്നു. സംഭാഷണത്തിൽ ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം എന്നെ പോലും അയാൾ ഞാൻ ഈ അതിരൂക്ഷമായി ഗവർണറെ വിമർശിക്കുമ്പോഴും കാണുമ്പോൾ ചിരിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അല്ല, കോടിയേരി ഭാര്യയും മക്കളെയും ഒക്കെ ഒരുപാട് വാത്സല്യം കൊടുത്ത് സ്നേഹത്തോടെ ഒരു കരുതൽ, അതൊരു കോടിയേരി ശൈലിയുണ്ട്. ഞാൻ പറഞ്ഞത് കുടുംബത്തിനോട് മാത്രമല്ല, എല്ലാം സമൂഹത്തോടും പാർട്ടികളുടെ ഇടയിലൊക്കെ വലിയ തോതിലുള്ള ബഹുമാനം ആ കാര്യത്തിൽ കോടിയേരിക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായി, സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ എന്നെ കണ്ട സമയമൊക്കെ ഞാൻ ഓർമ്മയുണ്ട്. ഒറ്റ തലതിരിപ്പാ എന്നെ കണ്ടോളെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ രൂക്ഷമായി കോടിയേരി ബാലകൃഷ്ണ മക്കളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് സോയിമാനെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. അത്രയും സാത്വികനായിട്ടുള്ള ആ സാത്വികനായിട്ടുള്ള മനുഷ്യനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുകയും യഥാർത്ഥത്തിൽ അയാൾ പിന്നീട് അർബുദം ഗുരുതരമായി മരിച്ചതിൻ്റെ ഒരു കാരണം ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ലെ, അർബുദവും മാനസിക സമ്മർദ്ദവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ സോമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് കരിയേപ്പല പോലെ എടുത്ത് വലിച്ചെറിയുക, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പരോക്ഷമായി വിമർശിക്കുക. പിണറായി വിജയൻ്റെ മകൾ വരുമ്പോൾ ആ പിണറായി വിജയൻ്റെ മകളെന്ന് പറഞ്ഞിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു വനിത. അവർ അഴിമതിപ്പണം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് സംബന്ധിച്ച് ഒരു മാസ്റ്റർ പറയുന്നത്. അവർക്ക് വേണ്ടി മൊത്തം സർക്കാർ, ഞാൻ ചോദിക്കുന്നത് സോയിമോനെ,
ഈ എക്സാലോജിക്ക് അല്ല KSIDCക്ക് വേണ്ടി ഇപ്പോൾ 75 ലക്ഷം രൂപ കൊടുത്തു, 1 കോടി രൂപ കൊടുക്കാൻ പോകുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സോയിമൻ? എൻ്റെ സോയിമൻ്റെ നികുതിപ്പണമാണ് എടുത്തി കൊടുക്കുന്നത്. അവിടെ ദത്താർ വന്നു, അയാൾക്കും ഒരു 5 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊടുത്തോളൂ. അല്ല ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് സോയിമാന്. ഇപ്പം പിണറായി വിജയന് കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന് പാർട്ടിയിൽ നിന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന്. ഈ വീണ വിജയൻ എങ്ങനെയാണ് ഇത്രയും ഇത് എവിടെ നിന്നാണ്? കാരണം പെൻഷൻ കാശ് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ട ആളാണ്, അവരിത്രയും പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ളൊരു സ്ത്രീക്ക് വേണ്ടി പാർട്ടി സംവിധാനവും ഭരണ സംവിധാനവും അവർക്ക് അടിപണിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് കൊടുത്തതിന് പറയുന്നത് എന്താണ്? കരിമണൽ കർത്താവിനെതിരില്ല. നമ്മൾ എന്തൊരു അസംബന്ധമാണ് സോയിമാൻ ആലോചിക്കി. അതായത് വീണ വിജയന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിമണൽ കർത്താവിനെതിരില്ല എന്ന് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള അതെ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദാനിയുടെ കയ്യിൽ നിന്ന് മോഡി കൈക്കൂലി മേടിച്ചെന്നൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ അദാനിക്കെതിരെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തുമാത്രം അധപ്പതിച്ചു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ആ നിലയിൽ ഇതങ്ങ് വല്ലാതെ ജീർണിച്ച് ഈ പറഞ്ഞ പോലെ കാൻ ഓഫ് വേംസ് എന്നുള്ള പോലെ ഈ പുഴു അരിച്ചിങ്ങനെ നിറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നുള്ള നിലയിലുള്ള അവസാനത്തെ ഒരു ഘട്ടത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ സോയിമൻ പറഞ്ഞ വേറൊരു വിഷയം കൂടെ ഉണ്ട്. എന്താണ്? യഥാർത്ഥത്തിൽ ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെയാണ്. അതാണ് ഇന്നലെ മാത്യു കൂടെന്നാണ് പുറത്തു കൊണ്ടത്. അത് കൊണ്ടുവന്നുകൊണ്ടാണ് ഓടി വന്ന അയാളെ അവിടെ നിയമസഭ നമ്മൾ എന്തൊരു അബ്സേർഡിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കുക. അയാളെ പുറത്താക്കുക. ഇപ്പോൾ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞു, ഞാൻ അതും കൂടെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പൂർത്തിയാക്കാം. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ എന്താ പറയുന്നത് സോയിമനെ? ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ മത്സരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പണം കൊടുത്തു. കൃത്യമായി അതിനകത്ത് പറഞ്ഞു വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അബ്രീവിയേഷൻസിൻ്റെ കൂട്ടത്തിൽ പിണറായി വിജയൻ എന്നുള്ള PV എന്നുള്ള പേര് കൊടുക്കേണ്ട പിണറായി പറഞ്ഞിട്ടുണ്ട് താനല്ല, പക്ഷേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിൻ്റെ മുഴുവൻ രേഖകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ പദ്ധതി ഇപ്പോൾ കുടനാടനൊക്കെ ഇന്നലെ പുറത്തു കൊണ്ടുവന്നത് എന്താ? കുടനാടൻ പുറത്തു കൊണ്ടുവന്നത് കരിമണൽ കർത്താവിന് അനുകൂലമായിട്ട് നയം മാറ്റിയിട്ടുണ്ട്. ആ നയം മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് പൈസ പോയി കൊടുത്തിട്ടുള്ളത്. നയം മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് മകൾക്ക് മാത്രമല്ല അച്ഛനും പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അച്ഛനും ഇതിനകത്ത് പ്രതിയാണ്, അച്ഛനും ആശങ്കയുണ്ട്. SFIOയുടെ അന്വേഷണം ഈ CMRLൻ്റെ കമ്പനിയിലൊക്കെ വളരെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് മകളെക്കാളും മുകളിലുള്ള പ്രതിസ്ഥാനത്തേക്ക് അച്ഛൻ വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുപോലെയൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് സോയിമോനെ. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ നാക്ക് ചിലപ്പോൾ തിരിച്ച് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയും ഈ BJP-കാരനായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ CM രവീന്ദ്രൻ മുതൽ PV അൻവറിൻ്റെ കാര്യം വരെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. എന്നാലും ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത്തിരി അപകടമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ BJP-കാരനെ ഈ പറഞ്ഞ പോലെ കുടിച്ച വെള്ളത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.